ലോകം മുഴുവൻ തിരഞ്ഞ ആ ഒരാളെ കണ്ടെത്താൻ 10 വർഷമെടുത്തു. ആ വേട്ടയുടെ കഥയാണിത്. 9/11 ശേഷം ഇതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം. ബിൻ ലാദൻ എവിടെ? പക്ഷേ അൽ ഖ്വയ്ദ ആക്രമണങ്ങൾ നിർത്തിയില്ല. അയാളൊരു പാഠം പഠിച്ചിരുന്നു. സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചാൽ പിടിക്കപ്പെടുമെന്ന്. അതുകൊണ്ട് ആ തെറ്റ് ആവർത്തിച്ചില്ല. അപ്പോ CIA ഒരു പഴയ വഴി ആലോചിച്ചു. ഒരു വിശ്വസ്തനായ ദൂതൻ. പിന്നെ ആ ദൂതനു വേണ്ടിയായി തിരച്ചിൽ. കടുത്ത ചോദ്യം ചെയ്യലിന്റെ 41 ദിവസങ്ങൾ. ഒടുവിൽ തടവുകാരിൽ നിന്ന് ആ പേര് കിട്ടി: അബൂ അഹ്മദ് അൽ കുവൈറ്റി. അതോടെ അവരുടെ സംശയം ഉറപ്പിച്ചു. ഇനി ലക്ഷ്യം ഒന്നേയുള്ളൂ: ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് അയാളെ കണ്ടെത്തണം. അതൊരു വലിയ പണിയായിരുന്നു. ആയിരക്കണക്കിന് ഫോൺ കോളുകൾ കേൾക്കണം, ആ പേരോ ശബ്ദമോ കേൾക്കുമെന്ന പ്രതീക്ഷയില്. പക്ഷേ 4 വർഷം ഒരു തുമ്പും കിട്ടിയില്ല. ആ തിരച്ചിൽ എങ്ങുമെത്താതെ നിന്നു. അപ്പോഴാണ് ആ കോൾ വരുന്നത്. ഒരു അനലിസ്റ്റ് ആ സംഭാഷണം ശ്രദ്ധിച്ചു. അത് അൽ ഖുവൈദയുടെ ശബ്ദമായിരുന്നു. ആ സിഗ്നൽ ചെന്നെത്തിയത് പാകിസ്ഥാനിലെ അബോട്ടാബാദിലാണ്, ഒരു മിലിറ്ററി അക്കാദമിക്ക് തൊട്ടടുത്തുള്ള ഒരു വലിയ കാമ്പൗണ്ടിൽ. CIA ഏജന്റുമാർക്ക് അവിടെ ചില പന്തികേടുകൾ തോന്നി. അതൊരു സാധാരണ വീടായിരുന്നില്ല, എന്തോ രഹസ്യം ഒളിപ്പിച്ച ഒരു കോട്ട പോലെ. അകത്തെന്താണെന്ന് കാണാൻ CIA ഒരു രഹസ്യ സ്റ്റെൽത്ത് ഡ്രോൺ ഉപയോഗിച്ചു. റഡാറിൽ പോലും പെടാത്ത ആകാശത്തൊരു കണ്ണ്. ആ ഡ്രോൺ കോമ്പൗണ്ടിനുള്ളിൽ നടക്കുന്ന ഒരാളെ കണ്ടു. പക്ഷെ അയാൾ ഒരിക്കലും പുറത്തുപോയില്ല. കാണാനും കുറച്ച് തടിച്ചിരുന്നു. അപ്പോഴാണ് ഒരു അനലിസ്റ്റിന് ആ കിടിലൻ ഐഡിയ തോന്നിയത്. ആളുടെ തടി മാറിയാലും ഉയരം മാറിയില്ലല്ലോ. കണക്കുകൂട്ടൽ കൃത്യമായിരുന്നു. 6 അടി 5 ഇഞ്ച്. അത് ഒസാമ ബിൻ ലാദന്റെ കറക്റ്റ് ഉയരമായിരുന്നു. ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് ഒബാമയുടെ മുന്നിൽ 3 ഓപ്ഷനുകളുണ്ടായിരുന്നു. 3ഉം അപകടം പിടിച്ചവ. പക്ഷെ തീരുമാനം എളുപ്പമായിരുന്നില്ല. CIAക്ക് 60% ഉറപ്പേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു ടീമിന് അതിലും കുറവ്. ഒബാമ ഏറ്റവും റിസ്ക്കുള്ള 3ാമത്തെ വഴി തന്നെ തിരഞ്ഞെടുത്തു: US കമാൻഡോകൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു രഹസ്യ റെയ്ഡ്. പിന്നീട് നടന്നത് ടെൻഷൻ നിറഞ്ഞ 40 മിനിറ്റുകളാണ്. ഒരു ഹെലികോപ്റ്റർ തകർന്നതോടെ ദൗത്യം തുടക്കത്തിലേ പാളി. ബിൻ ലാദന്റെ ബോഡി ഉറപ്പിക്കാനായി എടുത്തു. ഒപ്പം ഒരുപാട് വിലപ്പെട്ട വിവരങ്ങളുള്ള ഹാർഡ് ഡ്രൈവുകളും. അധികം വൈകാതെ പ്രസിഡന്റ് ഒബാമ ലോകത്തോട് ആ വാർത്ത പറഞ്ഞു. 10 വർഷം നീണ്ട ആ വേട്ട അവസാനിച്ചിരിക്കുന്നു. സൗദി അറേബ്യ പോലും ബിൻ ലാദന്റെ ശരീരം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പിന്നെ എന്തു ചെയ്യും? അവസാനം ഇസ്ലാമികാചാരപ്രകാരം ഭാരം കെട്ടി ഒരു അമേരിക്കൻ കപ്പലിൽ നിന്ന് മൃതദേഹം കടലിൽ താഴ്ത്തി. പക്ഷേ ആ മനുഷ്യന്റെ അന്ത്യം പുതിയ ചോദ്യങ്ങൾക്ക് വഴിവെച്ചു. ആ ഹാർഡ് ഡ്രൈവുകളിൽ ഇനി എന്തൊക്കെ രഹസ്യങ്ങളുണ്ടാകും?